അത്ലറ്റിക്സിൽ കേരളത്തിന് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേരള ടീം ക്യാപ്റ്റൻ പ്രീജ ശ്രീധരൻ. താൻ ഉൾപ്പെടെ മത്സരിക്കുന്ന ദീർഘദൂര ഇനങ്ങളിൽ കേരളത്തിന് ഉറച്ച മെഡൽ പ്രതീക്ഷയാണുള്ളത്. അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് റിപ്പോർട്ടറോട് സംസാരിക്കുകയായിരുന്നു പ്രീജ ശ്രീധരൻ. അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി കേരള അത്ലറ്റിക് ടീമിൻ്റെ ക്യാപ്റ്റനും 5000 മീറ്ററിലും 10000 മീറ്ററിലും മത്സരിക്കുന്ന അന്താരാഷ്ട്ര താരം കൂടിയായ പ്രീജ ശ്രീധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രീജയോട് തന്നെ നമുക്ക് കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചോദിക്കാം. പ്രീജ, അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഏത് രീതിയിൽ, എത്രത്തോളം പ്രിപ്പയർഡാണ്, ഏത് രീതിയിൽ വിലയിരുത്തുന്നു? നമ്മൾ 15-ാം തീയതി തൊട്ട് ഇവിടെ LNCP ക്യാമ്പ് തുടങ്ങി, അത്ലറ്റിക്സിൽ ക്യാമ്പ് തുടങ്ങിയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല മെഡലുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ, എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല ചെയ്യും. പ്രീജ മത്സരിക്കുന്ന ഇവൻറ്റുകൾ 5000-ഉം 10000-ഉം ആണ്. മൊത്തത്തിൽ ദീർഘദൂര ഇനങ്ങളിൽ കേരളത്തിന് വേണ്ടി ഒരു നല്ല ടീം തന്നെയാണ് ഇപ്രാവശ്യം ഇറങ്ങുന്നത്. എത്രത്തോളമാണ് ഈ ഇനങ്ങളിലെ ഒരു സാധ്യത? എന്തായാലും നമ്മൾ ബെസ്റ്റ് 3-ക്കുള്ളിൽ നമ്മൾ 3 പേരും വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ട്രാക്കിലെ കാര്യം നമുക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഓട്ടം ചിലപ്പോൾ നമുക്ക് നല്ല ഇപ്പോഴാണെങ്കിലും ഫോമിലാണെങ്കിലും ചിലപ്പോൾ അവിടെ ഓടാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ നമുക്ക് വരും. അതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ 3 പേര് ശ്രമിക്കും. നമ്മളെ കുറച്ച് ജൂനിയർ താരങ്ങളും കൂടെ ഇത്തവണ ഇറങ്ങുന്നുണ്ട്. സ്കൂൾ മീറ്റിൽ നിന്നൊക്കെ വന്നവർ ആദ്യമായിട്ടൊരു ദേശീയ ഇവൻറ്റിലേക്ക് വരികയാണ്. അവരെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ എന്തായാലും? അവരെല്ലാവരും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആൻഡ് സ്കൂൾസും കഴിഞ്ഞ് നല്ല ഫോമിലാണ് പിള്ളേരെല്ലാവരും. അപ്പോൾ അവരെന്തായാലും നല്ല ചെയ്യും, നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി പ്രീജ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രീജ ശ്രീധരനാണ് കേരള അത്ലറ്റിക് ടീമിൻ്റെ ക്യാപ്റ്റനും അന്താരാഷ്ട്ര താരവുമായ പ്രീജയാണ് നമ്മളോട് ഇപ്പോൾ കേരള ടീമിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത്. എന്തായാലും അത്ലറ്റിക് മത്സരങ്ങളെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം കാണുന്നത്.